ഹലോ ഗായ്സ്, വെൽക്കം. നമ്മൾ വേറൊരു ക്യാമ്പിംഗ് ട്രിപ്പിന് പോവാണ്. ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് BCയിലെ ബ്ലാങ്കറ്റ് ക്രീക്ക് പ്രൊവിൻഷ്യൽ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുത്തെ ക്യാമ്പ് ഗ്രൗണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അവിടെ സൺഡേ നൈറ്റ്, മൺഡേ നൈറ്റ്, ട്യൂസ്ഡേ നൈറ്റ് 3 രാത്രിയുണ്ട്. എന്നിട്ട് ബുധനാഴ്ച തിരിച്ചു വരും. സോ ഇതൊരു ലേക്കിൻ്റെ അടുത്തുള്ള ഒരു ക്യാമ്പ് ഗ്രൗണ്ടാണ്. സോ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് സത്യം പറഞ്ഞാൽ. സോ നമ്മൾ 2-3 ദിവസം ഓഫ് എടുത്തിട്ട് പോവാണ്. കാരണം എപ്പോഴാണ് സമ്മർ, പിന്നെ എപ്പോഴാണ് സമയം കിട്ടുന്നത് നമുക്കറിയത്തില്ല. സോ നേരത്തെ ബുക്ക് ചെയ്ത് അങ്ങ് പോവുകയാണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. നമ്മുടെ കാറെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം മോളിൽ ഒരു ചെറിയൊരു ക്യാരിയറും വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 4 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട്. സോ കാരണം ക്യാരിയർ വെച്ച് കാരണം മുകളിൽ ഇച്ചിരി മുറിയുണ്ട് കാറിനകത്ത്. ഇനി പോകുന്ന വഴിക്ക് ഒരു ഗ്യാസ് അടിച്ചിട്ട് ഒരു സ്നാക്ക് ഒക്കെ മേടിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പം ഒരു കാൽഗറിന്ന് വിട്ടിട്ട് ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ ഓൾമോസ്റ്റ് 2 മണിക്കൂറായി. ഞങ്ങളിപ്പോൾ ലേക്ക് ലൂയിസിൻ്റെ അടുത്താണ്. സോ ഇവിടെ ചെറിയ ബ്രേക്ക് എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തി. സോ ഇവിടുന്ന് ഇനി ഒരു 2.5 മണിക്കൂറുടെ ഡ്രൈവ് കാണും. സോ ലേക്ക് ലൂയിസ് കഴിയുമ്പോൾ ഓൾറെഡി ഇച്ചിരി കഴിയുമ്പോൾ പിന്നെ BC ആണ്. സോ BC ചെന്നിട്ട് പിന്നെ ഒരു 1.5 മണിക്കൂറുടെ ഡ്രൈവ് ഉണ്ട്. സോ ഇത് നമ്മൾ പോകുന്ന സ്ഥലം റെവൽസ്റ്റോക്ക് എന്ന് പറയും BCയിൽ. അതിൻ്റെ അവിടുന്ന് ഒരു 25 മിനിറ്റ് സൗത്തിലോട്ട് പോകണം. അവിടെയാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഇന്ന്. സോ ഇച്ചിരി മഴയുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ വന്നു കഴി ഭയങ്കര നല്ലൊരു മഴയുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റത്തെ 10 മിനിറ്റത്തെ ഒരു നല്ല മഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം കാണത്തില്ല, നല്ല ബ്ലൂ സ്കൈ ആണ്. സോ ഈ മലയിൽ ഇങ്ങനെ വരുമ്പോൾ അതാണ് പ്രശ്നമല്ല. എന്നാലും വെതർ എപ്പോഴും നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇപ്പം നല്ല വെതറാണ്, നല്ല കൂളായിട്ടാണ് ഇവിടെ. ഒത്തിരി ചൂടൊന്നുമില്ല, തണുപ്പുമില്ല. നമ്മുടെ പുറയിരിക്കുന്നതാണ് ഇതാണ് ബോ റിവർ. ഇവിടെ ഈ റിവറാണ് നമ്മുടെ കാൽഗറിയിലെ കൂടെ ഡൗൺ ടൗണിൽ കൂടെ പോകുന്ന റിവർ. സോ ഇത് ഗ്ലേഷ്യർ മെൽറ്റ് ആണ് ഇത് സത്യം പറഞ്ഞാൽ. അതാണ് ഈ കളർ ഇങ്ങനെ ഒരു നീല, ബ്ലൂ, ഗ്രീൻ മാതിരി ഇരിക്കുന്നത്. നല്ല തണുപ്പായിരിക്കും. ഇപ്പം കയറുന്നില്ല. എന്തുവായാലും ഇതൊരു ചെറിയ ബ്രാഞ്ചാന്നേ ഉള്ളൂ. മെയിൻ റിവർ അപ്പുറത്തൂടെ അങ്ങനെ പോവുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു ബ്രാഞ്ച് ഇങ്ങനെ വന്ന് പോവാണ്. നല്ല സൂപ്പറാണ്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. പക്ഷേ അവിടെ കുറച്ച് ആൾക്കാർ പാരഗ്ലൈഡിങ് ഉണ്ട്, അപ്പം പാരഷൂട്ടിംഗ് ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളിപ്പം ഇവിടെ BCയിലെ ഗോൾഡൻ പറഞ്ഞൊരു ടൗണിലെത്തി. ഒന്ന് ലഞ്ച് വയ്ക്കാൻ വേണ്ടി ബ്രേക്കിന് വന്നേക്കുവാണ്.
ഇതൊരു നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ, ഈ ഗോൾഡൻ ബി സി എന്ന് പറഞ്ഞ്. ഇവിടെ ബി സിയിലെ ഒരു ഇൻറ്റീരിയർ ടൗൺ ആണ്, മൗണ്ടൻ ടൗൺ ആണ്. സോ സറൗണ്ടഡ് ബൈ മൗണ്ടൻസ്. ഞങ്ങളൊരു ചെറിയ ബ്രേക്ക് എടുത്ത് ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓൾറെഡി 5 മണിയായി, എന്നാലും നല്ല വെളിച്ചമുണ്ട്. ഹലോ, വെൽക്കം ടു അവർ ക്യാമ്പ് സൈറ്റ്. നമ്മൾ ഇവിടെയാണ് ഇന്ന്. നല്ലൊരു ക്യാമ്പ് സൈറ്റാണ്, കഴിഞ്ഞതിനേക്കാൾ ഇച്ചിരി നല്ലതാണ്. ഇച്ചിരി സ്പേസ് ഉണ്ട്. ഇനി നമ്മുടെ ടെൻ്റ് ഒന്ന് ഫിറ്റ് ചെയ്യണം, എല്ലാം ഒന്ന് കാറിൽ നിന്ന് എടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ടെൻ്റെല്ലാം സെറ്റ് ചെയ്ത് ഡിന്നർ കഴിച്ചു. അപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ വീഡിയോ എടുക്കാൻ മറന്നു പോയെന്ന്. സോ നമ്മുടെ പഴയ ടെൻറ്റ്. I need to throw the pine cone in. Oh, hi. Hi, everyone, and welcome to Girl Guides 101. And, of course, Daddy 101. We're teaming up together to make, well, this. A nice little fire, yeah. But it's not working anyhow. Yeah, our fire is not working. എനിക്കറിയത്തില്ല എന്നാ പറ്റിയെന്ന്. Let's try our pine cone. Pine cone burn ചെയ്യോ ഇല്ലയോ? Oh my gosh! Oh. Oh my god. No one cares about the smell. That's like, good job, Leona. Oh. And 7 points for Girl Guides 101. But now I'm giving it all to Dad. Maybe go get another small piece of wood from the... Quickly. On it. It's right here, love. Right there. Just... Sure. Let's see if this works. ഇപ്പം രാത്രിയിലൊരു 10 മണിയാകുമ്പോഴാണ്, എന്നാലും ഇച്ചിരി വെട്ടമുണ്ട്. സോ നമ്മുടെ ഫയർ ഫൈനലി ശരിയായി. എന്തുപോലെ ഇനി ഒക്കെ പല്ല് തേച്ചിട്ട് അങ്ങ് പോയി കിടക്കാം, കാരണം രാവിലെ എണീക്കേണ്ടതാണ്. രാവിലെ എണീച്ചിട്ട് 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ തൽക്കാലത്തേക്ക് ഈ ഫയറൊന്ന് എൻജോയ് ചെയ്തിട്ട് ഇച്ചിരി കഴിയുമ്പോൾ പോയി കിടന്നങ്ങ് ഉറങ്ങാം. സോ ഗുഡ് മോർണിംഗ്. ഇപ്പം രാവിലെ ഒരു 8 മണിയായി. കിളികളെല്ലാം നമ്മളെ കിടത്ത് ഉറക്കത്തില്ല. രാത്രി ഒരു കുഴപ്പമില്ല, വലിയ തണുപ്പില്ലായിരുന്നു. രാവിലെയും തണുപ്പില്ല.
സുഖമായിട്ട് ടെമ്പറേച്ചറാണ് ഇപ്പം വെളിയിൽ. ഈ രാവിലെ നമ്മുടെ കുറച്ച് ചോഴ്സ് ഉണ്ട്. വാഷിംഗ് പോയി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ടൗണിലോട്ട് പോകാനാണ് പ്ലാന്. സോ ഇനി നമ്മൾ റെവൽസ്റ്റോക്ക് എന്ന് പറഞ്ഞ ടൗണിലോട്ട് അങ്ങ് പോവാണ്, കുറച്ച് നേരത്തേക്ക് അവിടെ ഇറങ്ങി നടക്കാൻ വേണ്ടി. സോ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചവിടെ ക്യാമ്പ് സൈറ്റിലോട്ട് വരും. ഇത് ഇവിടുത്തെ കൊളംബിയ റിവർ ക്രോസ് ചെയ്യുന്നൊരു സിംഗിൾ ലൈൻ ബ്രിഡ്ജാണ്. അവിടുത്തെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സിഗ്നൽ മാറത്തുള്ളൂ. പെൻ നമ്മളെ ചേച്ചി ഇവിടെ ഗ്രോ ഗൈഡ് എംബർ യൂണിറ്റ് പാസ് ചെയ്ത് അടുത്ത യൂണിറ്റിലോട്ട് പോയി. സോ അതിൻ്റെ ഈസ് വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ഞങ്ങളിപ്പോൾ ഇവിടെ റെവൽസ്റ്റോക്കിൽ ഒരു ബേക്കറി നോക്കി നടക്കുവാണ്. ഇവിടുത്തെ ഫ്ലോറിഷ് എന്ന് പറഞ്ഞൊരു ബേക്കറി നോക്കി നടക്കുവാണ്. ഇത് അപ്പോൾ ഇവിടെ ഗ്ലൂട്ടൻ ഫ്രീ ഉണ്ട്. സോ അതിനു വേണ്ടിയാണ് വന്നേക്കുന്നത്. നമ്മുടെ ബേക്കറിയിൽ നമുക്കിവിടെ ഒരു ചുക്കാറ്റിയാണ് കുട്ടി. Lemon loaf drizzle. Huh? A lemon drizzle loaf. Lemon drizzle loaf. Is it yummy? Yeah. സോ ഇവിടുത്തെ എല്ലാം ഗ്ലൂട്ടൻ ഫ്രീ ആണ്. മിക്കവാറും എല്ലാം വീഗനും പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ് എല്ലാം ഇവിടെ. സോ നല്ല ചെറിയൊരു കാഫേ ആണ്. അവിടെ ഒരു ചെറിയൊരു കൊച്ചൊരു ബ്ലാക്ക് ബെയർ അവിടെ ഉണ്ടായിരുന്നു. വണ്ടി വന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ മുങ്ങിപ്പോയി. സോ ശരിക്കും ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷെ കുഴപ്പമില്ല. ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ ആക്ടിവിറ്റീസ് ഉള്ളതാണ്. സോ നമ്മൾ സൂക്ഷിച്ച് പോയാൽ മതി. സോ നമുക്കിങ്ങനെ മിക്കവാറും ഈ ക്യാമ്പ് സൈറ്റിൽ നമുക്കിങ്ങനെ ഇവിടെ വാഷ്റൂം പിന്നെ നമുക്കിങ്ങനെ പാത്രം കഴുകാനും ഒക്കെ ഒരു സ്ഥലമുണ്ട്. മിക്കവാറും സ്ഥലത്ത്, എല്ലാ സ്ഥലത്തും ഇല്ല. ചില ക്യാമ്പ് സൈറ്റിൽ ഇങ്ങനെ ഫുൾ ഷവർ ഇല്ല, ഇങ്ങനെ ഫുൾ ടോയ്ലറ്റ് ഇല്ല. ചില ക്യാമ്പ് സൈറ്റുകൾ ഇങ്ങനെ പിറ്റ് ടോയ്ലറ്റ് എന്ന് പറയും ഉള്ളു. പക്ഷേ നമ്മൾ മിക്കവാറും പോകുന്ന സ്ഥലത്ത് എല്ലാം ഫുൾ സർവീസ് ഉണ്ട്. സോ നമുക്ക് കുളിക്കണമെങ്കിൽ കുളിക്കാം, വാഷ്റൂം പ്രോപ്പർലി ഉപയോഗിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കൊച്ചൊന്ന് ഒരു പാത്രമൊക്കെ കഴുകിയിട്ട് Are you playing or scrubbing? I'm scrubbing and playing. Ayyo. It's called scrub playing. Scrub playing. സോ നമ്മൾ പാത്രം കഴുകി ഗാർബേജ് പ്രോപ്പർലി ഇട്ടണം. കാരണം ഇവിടെ ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പം ഒരാൾക്ക് അവിടെ ടിക്കറ്റ്, ഇവിടുത്തെ പാർക്ക് ആൾക്കാർ അവിടെ ടിക്കറ്റ് എഴുതി വെച്ചേക്കുന്നു. കാരണം ഇവർ വെരി സ്ട്രിക്റ്റ് ആണ്. നമുക്ക് ഫുഡൊന്നും വെളിയാക്കാൻ പറ്റത്തില്ല, ഗാർബേജ് വെളിയാക്കാൻ പറ്റത്തില്ല. അവർ കണ്ടെങ്കിൽ കൂളറോ ഇങ്ങനെ ഗാർബേജ് ഇവിടെ വെളിയിരിക്കുവാണെങ്കിൽ അവർ നമുക്ക് ടിക്കറ്റ് തരും. സോ കാരണം ഇവിടെ ബേഴ്സും പല ആനിമൽസ് ഉള്ളതാണ്. സോ അത് കാരണം അവർ കുറച്ച് സ്ട്രിക്റ്റാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ബോർഡിൽ കാണാമല്ലോ, ബെയർ സൈറ്റഡ്, റിപ്പോർട്ട് ഓൾ ബെയർ സൈറ്റ് ഇൻ ദിസ് പാർക്ക്. സോ അവർ പറഞ്ഞേക്കുന്നത് ഒരിക്കലും ഇങ്ങനെ ഇടരുത്. നമ്മൾ പോകുമ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മളവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇല്ലെങ്കിൽ ക്ലീൻ ആക്കിയിട്ട് ഒരു ഫുഡും ഒരു ഗാർബേജും വെളിയിൽ
വെക്കാൻ പറ്റത്തില്ല. സോ അവർ ഭയങ്കര സ്ട്രിക്റ്റാണ് ഇങ്ങനെ. സോ ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. ഇന്ന് നമ്മളിവിടെ 23-ലാണ്. സോ ഇവിടെ അപ്പർ ആരോ ലേക്ക്, ഇതൊരു ഒത്തിരി വലിയല്ല, നല്ലൊരു വൈഡ് ലേക്കാണ്. കൊളംബിയ റിവർ വന്ന് ആ റിവർ വരുന്നത് ഇങ്ങോട്ടാണ്, ഈ ആരോ ലേക്കിലോട്ടാണ്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്, ഡേ യൂസ് ഏരിയ. സോ ഇതെല്ലാം ഒരുമാതിരി ബീച്ച് മാതിരി ഇങ്ങനെ നമുക്ക് പോകാം. സോ ഇനി നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് പോകാനാണ് നമ്മുടെ പ്ലാന്. സോ അത് കഴിഞ്ഞ് അവിടെ പോയി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഇനി അടുത്ത പ്ലാന്. സോ ഇവിടെ ഒരു പോണ്ടുണ്ട്, മാൻമെയ്ഡ് പോണ്ട്. അവർ പറയുന്നത് റിവറിൽ നിന്ന്, ലേക്കിൽ നിന്ന് വന്ന വെള്ളമാണ്. അവർ പറയുന്ന ഇവിടെ വെള്ളമുണ്ട്, കയറി ഇറങ്ങി പോകുന്നൊക്കെയാണ് പറയുന്നത് അവർ. ആ വെള്ളം ലേക്കിവിടെ കയറി ഇത് ഓവർഫ്ലോ ഉണ്ട് അവിടെ. സോ എപ്പോഴും പുതിയ വെള്ളമാണ് വന്നു പോകുന്ന അവർ പറയുന്നത്. ഇതൊരു മാപ്പിൽ നോക്കിയാൽ ഒരു നല്ലൊരു വലിയ ലേക്കാണ്. വൈഡല്ല, പക്ഷേ നല്ല നീളമുണ്ട് ലേക്കിന്. കാരണം ഈ മലയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന കാരണം നല്ല നീളമുണ്ട്. That's where the overflow water is going. സോ അവിടെ എനിക്കറിയത്തില്ല, കാരണം അവിടെ നിന്നാണ് അവർ പറഞ്ഞേക്കുന്ന ഒരു പൈപ്പ് ഇട്ടിട്ട് നടുക്ക് ഇങ്ങനെ വെള്ളം വരും. അവിടെ കാണാം, നമുക്ക് ചെറുതായിട്ട് കാണാം. എന്നിട്ട് വെള്ളം വന്ന് ഓവർഫ്ലോ ആകുമ്പോൾ ഇവിടുത്തെ പൈപ്പിൽ കൂടെ താഴോട്ട് പോകും. നമുക്കവിടെ വെള്ളം പോകുന്ന കേൾക്കാം ഇവിടെ. Hold on, let me look. Oh yeah, there it is. You can come, it's okay. That's just so cute. അവർ പറഞ്ഞ സത്യമാണ്. വെള്ളം ഇതിലൂടെ പോകുന്നുണ്ട്. ആ മോളിൽ കിടക്കുന്ന ഈ മരത്തിൽ നിന്ന്, അവിടെ ലേക്കിൽ മോളിൽ കിടക്കുന്ന, ലേക്കല്ല പോണ്ടിൽ നിന്ന് മോളിൽ കിടക്കുന്ന ഈ സംഗതി, ഈ ട്രീ എന്ന് വരുന്ന സംഗതിയാണിത്. ഇതുപോലെ ഇരിക്കും, ഒരു പഞ്ഞി പോലെയാണ്. സാധാരണമാണ് ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കിടപ്പുണ്ട് ഇങ്ങനെ. Dragonfly. Oh yeah, nice. And look over there. Dragonfly. Look, and then look at that. So, That water was spider? the fly that got us in Victoria one No, time. that's water spider. Mommy, look at this little bumblebee. He's so cute. The little boy. Little boy. Okay. Hey, I love everyone here. Like all the bugs. എന്തുവായാലും നമ്മളിപ്പോൾ വെള്ളത്തിൽ കയറാൻ പോകുന്നില്ല, നല്ല തണുപ്പാണ്. ഇപ്പോൾ വൈകിട്ടൊരു 5:30 കഴിഞ്ഞു, 5:45. ഇപ്പോൾ ഈ കുളിച്ച് ഇറങ്ങി വന്നപ്പോഴാണ് ഇടിയും മിന്നലൊക്കെ. ഞാൻ വിചാരിച്ചു എല്ലാം പോയി ഉള്ളിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ മഴ എല്ലാം വന്നാൽ എല്ലാവരും എല്ലാം നനഞ്ഞു പോകും. സോ അത് നല്ലതല്ല ക്യാമ്പിങ്ങിന് പോകുമ്പം. ഇവിടെ എല്ലാ ആൾക്കാരുടെ കയ്യിലും ഇങ്ങനത്തെ RV ഉണ്ട്. അങ്ങനത്തെ ഒരു ചെറുത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴും ഒരു വാനാണ് ഇഷ്ടം. വാനാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. ഇങ്ങനത്തെ രണ്ട് വെഹിക്കിളിൻ്റെ ആവശ്യമില്ല. സോ പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമൊന്നുമില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഗരാജിനും ഫിറ്റ് ചെയ്യത്തില്ല, വെളിയിലും പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് നമ്മുടെ നമ്മുടെ ഈ ഒരു ബീച്ച് ആക്സസ്. ഇവിടെ നമ്മുടെ കൂട്ടുകാരി വേറെ ഫ്രണ്ടിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടെ പോയാലും ഒരാളെ കിട്ടിക്കോളും. പ്ലീസ് ഈറ്റ് ഫസ്റ്റ്. സോ നമ്മുടെ ഇപ്പോൾ ഡിന്നർ സമയമാണ്. ഇന്ന് മാഗി ന്യൂഡിൽസ്, ചോറും പരിപ്പും പിന്നെ ഒരു മുട്ടയും. സോ ഇന്ന് ഇപ്പോൾ സമയത്തായി ഒരു 6:30 കാണും. സോ ഇപ്പോഴാണ് ഇങ്ങനെ ക്യാമ്പിങ്ങിന് വരുമ്പം നേരത്തെ കഴിക്കണം, ഒരു 6-6:30 ആകുമ്പോഴെങ്കിലും കഴിക്കണം. അല്ലെങ്കിൽ വൈകിട്ട് കഴിക്കാൻ നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന പോലെ ഇരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ക്ലീനിങ്ങും എല്ലാം എടുത്ത് വെക്കാനും ഒക്കെ. സോ പിള്ളേരുണ്ടെങ്കിൽ അത് ഇച്ചിരി എക്സ്ട്രാ വർക്കാണ്. സോ
നേരത്തെ ഡിന്നർ കഴിക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് വെളുമ്പരെ പോലെ നമ്മൾ നേരത്തെ ഡിന്നർ കഴിക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ഡിന്നറെല്ലാം കഴിച്ചു, ചുമ്മാ കുറച്ച് നേരത്തേക്ക് റിലാക്സ് ചെയ്തു. പിള്ളേരുടെ കൊച്ചിൻ്റെ അടുത്തേക്ക് കുറച്ച് നേരം ഇന്ന് കളിച്ചു. കാരണം ഇന്ന് നേരത്തെ പോയി കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. സോ ഞങ്ങളിപ്പം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 8-9 മണിയായതേ ഉള്ളായിരിക്കും. നല്ല വെളിച്ചമുണ്ട്. എന്നാലും നേരത്തെ ടെൻറ്റിൻ്റെ ഉള്ളിൽ പോവാണ്. കാരണം പോയി ഒന്ന് ചില്ല് ചെയ്തിട്ട് മൂവിയൊക്കെ കണ്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നാളെ രാവിലെ മിക്കവാറും ഫുൾ ഡേ ലേക്കിൻ്റെ അടുത്തായിരിക്കും. കുറച്ച് പാഡൽ ബോർഡിംഗ് ഒക്കെ ആയിരിക്കും നാളത്തെ പരിപാടി. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് റിലാക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. നോക്കിയെന്നാൽ നാളെ രാവിലെ കാണാം. നമ്മൾ എണ്ണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് ചെറിയൊരു ഹൈക്കിന് പോവുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട്, സദർലാൻഡ് ഫാൾസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെയാണ് പോകുന്നത്. അവിടുന്ന് ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഒരു 30 മിനിറ്റത്തെ വാക്കിംഗ് ഉണ്ട്, ഒരു നടപ്പുണ്ട്. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇവിടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്, സദർലാൻഡ് ഫാൾസ്. നമ്മുടെ ക്യാമ്പ് സൈറ്റ് അവിടെയാണ്. ഒത്തിരി ദൂരമില്ല നമ്മുടെ ഇവിടുന്ന്. ഇവിടെയാണ് സദർലാൻഡ് ഫാൾസിൻ്റെ ട്രെയിൽ ഹെഡ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ്. ഇവിടെ കഞ്ചാവ് വലിക്കാൻ പറ്റത്തില്ല, വേപ്പില്ല, സിഗരറ്റില്ല, പക്ഷേ കള്ളു കുടിക്കാം കേട്ടോ വേണമെങ്കിൽ. Yup, we found it. That could have more than one color. It could be blue and white. Blue and white are both natural colors. Yeah. It could also brown, blue, white. Aha! ഇതാണ് നമ്മുടെ സദർലാൻഡ് വാട്ടർഫാൾസ്. നല്ല സൂപ്പർ വാട്ടർഫാളാണ്. നല്ല ഫോഴ്സിലാണ് വരുന്നത് അവിടെ. നമ്മൾ അങ്ങോട്ട് കയറിപ്പോവാം. നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ഹൈക്കുണ്ട്, നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ പോവാം. എന്നിട്ട് പിന്നെ ഒരു ക്യാനിയനാണ് അതിൻ്റെ പുറകിൽ, നമുക്ക് അവിടം വരെ പോവാം. തൽക്കാലത്തേക്ക് നമുക്കിതിൽ വെള്ളത്തിൻ്റെ അടുത്ത് പോവാം. ജീനക്കുട്ടി വാ. Wow. ഇവിടെ നമ്മുടെ മുഖത്ത് നല്ല ഇങ്ങനെ വെള്ളം അടിക്കുന്നുണ്ട്. നല്ല സൂപ്പർ വാട്ടർഫോൾ ആണ്. നമ്മളിവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ എത്താൻ പറ്റുമെന്ന് നോക്കുവാണ്. ചെറിയൊരു ഹൈക്കുണ്ട്, സൂക്ഷിച്ച് നടന്നാൽ മതി, അല്ലെങ്കിൽ തെറ്റി തലയും കുത്തി താഴോട്ട് വീഴും. Wow.
വലിയ കുണ്ടിയും ചെറിയ കുണ്ടിയും പോകുന്നുണ്ട്. ഞാനും കൂടുതലിപ്പോൾ ഒരുമാതിരി സ്റ്റെപ്പ് പോലെ ഇവിടെ പാറകൾ നടക്കാൻ ഇച്ചിരി എളുപ്പമാണ്. അവിടെയാണ് വെള്ളച്ചാട്ടം. Dad, we're going farther. Okay. Yeah, wait for Daddy. ഇവിടെ ഒരു ആൾക്കാർ ആരുണ്ട്, ഇവിടെ ഒരു ആങ്കർ പോയിന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അറിയത്തില്ല എന്തതിനു വേണ്ടിയാണ്, പക്ഷെ അവിടെയുണ്ട്. ഇനി ഇച്ചിരൂടെ കയറിപ്പോകാൻ കൊച്ചിന് ഭയങ്കര ഒരു ഇതോ. She wants to keep going. Oh, orb weaver. Dad, avoid the orb weaver. Okay. Careful, he's very small. Okay. Oh look, another waterfall back there. So many little waterfalls. Dad, it's a ravine. There's the lake. നമ്മൾ കയറാൻ പറ്റുന്നോളം കയറി ഇനി തിരിച്ച് താഴോട്ട് പോവാണ്. താഴോട്ട് പോകുമ്പോഴാണ് ഇച്ചിരി കട്ടി, കയറുന്ന എളുപ്പമാണ്. ഈ വെള്ളത്തിൻ്റെ അടുത്ത് വരുമ്പോൾ നല്ല കുളിരുണ്ട്, നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ലഞ്ച് കഴിക്കുന്നത് ടൗണിൽ തന്നെയാണ്, റെവൽസ്റ്റോക്ക് ടൗണിൽ തന്നെ. അതിൻ്റെ അടുത്ത റിവറിലെ ഒരു പിക്നിക് ടേബിളുണ്ട്, അവിടെയാണ് ഇന്ന് ലഞ്ച്. ഞാൻ കാണിക്കാം. ആണ് എന്താ പറഞ്ഞാൽ കൊളംബിയ റിവർ. നമ്മൾ ആ ബ്രിഡ്ജിൽ കൂടെ അപ്പാണ് മുമ്പേ വേറെ നമ്മൾ കടന്നത്. സോ അങ്ങനെയാണ് ടൗണിൽ കൂടെ പോയത്. ഈ റിവറാണ്, കൊളംബിയ റിവറാണ് നമ്മുടെ ലേക്കിൻ്റെ അടുത്ത് വരുന്നത്. സോ ഇന്ന് നമുക്ക് ഇവിടെ പിക്നിക്ക് നടക്കാം, എന്നിട്ട് തിരിച്ച് ക്യാമ്പ് സൈറ്റിലോട്ട് പോകാം. ഞങ്ങൾ റെവൽസ്റ്റോക്കിൽ നിന്ന് തിരിച്ചു വരാനെത്തി. ഇപ്പോൾ കുറച്ച് താമസിച്ചു പോയത്. ഇപ്പോൾ ഓടി ഒരു 5 മണിയായി കാണുമായിരിക്കും. ഞങ്ങളിപ്പം അപ്പോൾ വിചാരിച്ചു കുറച്ച് നേരത്തേക്ക് ബീച്ചിൽ പോയിട്ട് ചില നേരം അവിടെ കറങ്ങി നടന്നിട്ട് ചിലപ്പം പാഡൽ ബോർഡിങ് ഒന്ന് ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. സോ ഇവിടെ നല്ല വെളിച്ചമുണ്ട്, നല്ല ചൂടാണ്. സോ അതൊക്കെ നമുക്കത് പോയി ചെയ്തിട്ട് വരാം. വെള്ളം നല്ല ഗ്ലാസ് പോലെയാണ് ഇരിക്കുന്നത്. ഒരു വേവും ഇല്ല. ഇപ്പം നല്ല സൂപ്പറായിരിക്കും കേട്ടോ, വെള്ളത്തിലിങ്ങനെ ഇറങ്ങി പാഡൽ ബോർഡ് ചെയ്ത് ആകുമ്പം കാറ്റോ അല്ലെങ്കിൽ ഒത്തിരി ഉള്ള വേവിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. It didn't go up, and it never stayed the same.
that's not true, then I'll be mad at Said what? you know, the trust thing. That he'll keep your trust? Okay. It's good to play it safe. Already ready to go. അവർ പറയുന്നത് ഇങ്ങനെ ഈ തണുപ്പത്തിലുള്ള വെള്ളത്തിൽ ഇടയ്ക്ക് ചാടുന്നത് നല്ലതെന്നാണ് അവർ പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിനും മസിലിനൊക്കെ അത് നല്ലതെന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്തോലും വന്നു, ഒന്ന് ചാടിയിട്ട് പോവാം. രണ്ടാമത്തെ പ്രാവശ്യം ഇറങ്ങിയപ്പോൾ അത്രയും തണുപ്പിലായിരുന്നു. ആദ്യത്തെ ഷോക്കായിരുന്നു. രണ്ടാമത്തേക്ക് അത്രയും ഷോക്കില്ലായിരുന്നു. നല്ല തോന്നുമ്പോൾ ഏതാണ്ട് കുത്തുന്ന പോലെയാണ് തോന്നുന്നത്. 1000 ചെറിയ ആണികൾ ഇങ്ങനെ കുത്തുന്ന പോലെയാണ് തോന്നുന്നത്. നമ്മുടെ പാഡൽ ബോർഡിങ് അഡ്വഞ്ചറെല്ലാം കഴിഞ്ഞിട്ട് വന്നു. ഇനിയൊന്ന് ചെറുതായിട്ടൊന്ന് എളുപ്പം പോയി ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചിട്ട് ഡിന്നർ ഉണ്ടാക്കാം. ഇന്ന് ഡിന്നറിന് മീനും പിന്നെ ടാക്കോയുമാണ്. പിന്നെ സോ നമുക്കിങ്ങനെ മീനിങ് ക്യാന് ഈ കാസ്കോയിലേക്ക് മേടിക്കാൻ കിട്ടും. സാർഡീനോ അല്ലെങ്കിൽ ട്യൂണയോ അല്ലെങ്കിൽ മാക്കറലോ നമുക്കിങ്ങനെ കാസ്കോയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. എല്ലാം ക്ലീനാക്കിയാണ് വെച്ചിരിക്കുന്നത് അവിടെ. സോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ കാസ്കോയിൽ നിന്ന് ഇതുപോലത്തെ ഇങ്ങനെ ഈ മാക്കറൽ കിട്ടും. അത് സ്കിൻലെസ്സും ബോൺലെസ്സും ആണ്. അതുപോലെ തന്നെ സാർഡീനും കിട്ടും. എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. സോ നമുക്ക് ഒത്തിരി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? എളുപ്പം ഇത് ഉണ്ടാക്കാൻ പറ്റും. ക്യാമ്പ് സൈറ്റിൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എളുപ്പം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ചിക്കൻ സൂപ്പൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് പ്രീ മെയ്ഡ് ചിക്കൻ സൂപ്പ്, പിന്നെ പ്രീ കുക്ക്ഡ് സാസേജസ്. നമുക്ക് എളുപ്പം ചോറൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇവിടെ. സോ ക്യാമ്പിങ്ങിന് വരുമ്പോൾ ചില ആൾക്കാർ ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവരും. നമ്മൾ ഒത്തിരിയൊന്നുമില്ല, എന്നാലും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. മിക്കവാറും
ട്രൈ നോട്ട് ടു ഈറ്റ് ഔട്ട് ആസ് മച്ച് ആസ് പോസിബിൾ. സോ പറ്റുന്നതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കി കുക്ക് ചെയ്ത് കഴിക്കുവാണ് പറ്റുമെങ്കിൽ. ഇടയ്ക്ക് വെളിയിൽ പോയിരുന്ന് കഴിക്കുന്നത് നല്ലതായിരിക്കും, പക്ഷെ എന്നാലും ട്രൈ ടു സേവ് മണി. സോ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇപ്പം 3ാമത്തെ രാത്രി കഴിഞ്ഞു. ഇന്ന് തിരിച്ച് പോകേണ്ട സമയമായി. രാവിലെ 8 മണിയായി. സോ ഇപ്പോൾ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ഇവിടുത്തെ ഒരു മഴയുണ്ട്, മഴ വരാൻ ഒരു ചാൻസ് ഉണ്ടെന്ന്. സോ എന്തായാലും ചെക്ക് ഔട്ട് ടൈം ഇവിടുന്ന് 11 മണിക്ക് മുമ്പ് നമുക്ക് പോകണം, അതാണ് റൂൾസ്. സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങ് ഇറങ്ങി പോവാണ്. സോ മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്കെല്ലാം ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ വലിയ തണുപ്പൊന്നുമില്ലായിരുന്നു, ചെറിയൊരു കുളിർ. ഞങ്ങളിപ്പോൾ കിടക്കാൻ പോയപ്പോൾ തന്നെ ഒരു 10:30 സോ നല്ല സുഖമായിരുന്നു. നല്ല ക്യാമ്പ് സൈറ്റാണ്, എല്ലാം നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഒന്നുകൂടെ തിരിച്ചു വന്നാൽ കൊള്ളാമെന്നുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാസേജ്, ചിക്കൻ സാസേജാണ്, പിന്നെ പാൻ കേക്ക്സ്. ഓൾറെഡി രാവിലെ ചായ കുടിച്ചു. സോ ഇത്രേ ഉള്ളൂ. ഇന്ന് ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എളുപ്പമെന്നുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എന്നിട്ട് എല്ലാം പാക്ക് ചെയ്ത് ഇനി 2 മണിക്കൂറൂടെ ഉണ്ട്. 2 മണിക്കൂറുടെ ഉള്ളിൽ നമ്മളിവിടുന്ന് ക്ലിയർ ചെയ്യണം. സോ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം ക്ലീനപ്പ് ആക്കി, ഒന്നും നമുക്കിവിടെ വെളി ഇടാൻ പറ്റത്തില്ല. സോ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇനി പോവാണ്. തൽക്കാലത്തേക്ക് സ്കൈ എല്ലാം നല്ല ബ്ലൂ ആണ്, മഴയുടെ ഒരു ചാൻസും കാണുന്നില്ല ഇപ്പം. പക്ഷേ ഇവിടുത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം എപ്പോഴാണ് വെതർ ചേഞ്ച് ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. സോ ഇനി അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് നേരെ വീട്ടിലോട്ടാണ്. ഇവിടുന്നൊരു 4.5 മണിക്കൂറുണ്ട്. സോ സ്ട്രെയിറ്റ് ഡ്രൈവാണ്. ഒരു ബ്രേക്ക് എടുക്കുക എവിടെയെങ്കിലും, അത് കഴിഞ്ഞ് പിന്നെ നേരെ പോവാണ്. Leona-Kuti, how was your camping trip so far? Amazing. Okay. What was your favorite part? Hiking and eating sausage. Okay, very good. Are you ready to go back home now? No. No, you gotta go back to school, bro. I don't wanna. 3 ദിവസം ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് അവിടെ വന്നേക്കുന്നത്. Bad girl. You're not bad, girl. I don't really think so. Wait, guys, the sausage lollipop. Don't drop it. ഓക്കെ, നമ്മുടെ ക്യാമ്പ് സൈറ്റ് എല്ലാം ക്ലീനാക്കി ഇറക്കി. സമയം 11:20. സോ 20 മിനിറ്റ് ലേറ്റാണ്. പക്ഷെ അവരത്രയ്ക്കും വലിയ സ്ട്രിക്റ്റ് ഒന്നുമില്ല, കാരണം ഇന്ന് ഒരു വീക്ക് ഡേ ആണ്. ഭയങ്കര ഒത്തിരി ആൾക്കാരും റിസർവേഷനൊന്നും ആർക്കിപ്പോൾ ഇല്ല. സോ അത് കാരണം നമുക്ക് ഇച്ചിരി താമസിച്ചിറങ്ങിയാൽ ഇത്ര വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാം ക്ലീനാക്കി കാർ പാക്ക് ചെയ്തു. സോ നമ്മളിവിടെ ഫ്ലോറിഷ് ബേക്കറിയിലൂടെ ഒന്നുകൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല ഗ്ലൂട്ടൻ ഫ്രീ സംഗതി ഉണ്ട് കേട്ടോ. സോ കൊച്ചിനത് ഇഷ്ടപ്പെട്ടു. എന്തോരം ഒരു 4-4.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. സോ എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഭയങ്കര റസ്റ്റാണ്. ഇവിടെ ഈ ക്രോസ് ബാർ ഭയങ്കര റസ്റ്റാണ്. ഇതിവിടെ ക്രോസ് ബാർ ഞാൻ വെച്ചിട്ടിപ്പോൾ ഒരു 8-9 വർഷങ്ങളായി കാണും. ഇതുവരെ ഞാൻ മാറ്റിയിട്ടില്ല. ഇവിടെ ഊരിയിട്ട് പോലും ഇല്ല. കീ എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. സോ പറ്റുമെങ്കിൽ ഈ വർഷം അതൊന്ന് റിപ്ലേസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ കീ ആദ്യം കണ്ടുപിടിക്കണം.
അവരിവിടെ ഹൈവേ 2 ലൈൻ ഹൈവേ 4 ലൈൻ ഹൈവേ ആക്കാൻ നോക്കുവാണ്. സോ അതൊരു ഭയങ്കര വലിയ ജോലിയാണ്, എളുപ്പമൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടുത്തെ പാറയെല്ലാം പൊട്ടിക്കണം, പിന്നെ മരങ്ങൾ മാറ്റണം, പല പല കാര്യങ്ങളുണ്ട്. സോ അതാണ് ഇവിടുത്തെ കുഴപ്പം, ഇങ്ങനെ ഈ മലയെ കൂടെ പോകുന്നത്. മിക്കവാറും സ്ഥലത്ത് 2 ലൈനേ ഉള്ളൂ, എല്ലായിടത്തും പാസ് ചെയ്യാനും പറ്റത്തില്ല. സോ ട്രാഫിക് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഒരു ഗവൺമെൻറ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാലും ഇതൊക്കെ ഡേഞ്ചറസ് റോഡ്സാണ്. എസ്പെഷ്യലി വിൻ്റർ ടൈമിൽ ഇവിടെ ഇഷ്ടംപോലെ ആവലാഞ്ച് ഉണ്ട്, ഭയങ്കര ഹെവി സ്നോയാണ്. സോ സെൽഫോൺ സിഗ്നൽ ഇല്ല ഒത്തിരി സ്ഥലത്ത്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. They're blasting it and there's water coming. Oh wow. It's like so much underground water. Yeah. There's water This is safe. I really don't think so. That's why there's so much water here on that road. That side is all rock. This side seems like it's all dirt. Like complicated. Oh my god. We ended up with a lot of rock here too. So many waterfalls within the mountain. Right there. I think every time they blast open something, it's just like so much water. Oh my god, look at this. Big falls. Aww. They just exposed it. Sheesh, scary work. Wow. സോ ഇതാണ് റോജേഴ്സ് പാസ് എന്ന് പറയുന്ന സ്ഥലം. എലവേഷൻ ഒരു 1000 ഞാൻ മറന്നുപോയി 1300 ഉണ്ട്, അല്ലെങ്കിൽ 1400 മീറ്റർ ഉണ്ട്. ആ ദൂരമൊക്കെ ഉണ്ട്. ഗ്ലേഷ്യർ, പിന്നെ മെൽറ്റിങ് എല്ലാം ഉണ്ട് അവിടെ. അവിടെയാണ് അതിനേക്കാളും കൂടുതൽ ഗ്ലേഷ്യറുണ്ട്. ഇവിടുന്ന് ഒരു ചെറിയൊരു ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കാർക്കി കാണാതെ പോയി, എവിടെയാണ്? വണ്ടിക്കകത്തുണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കാർക്കി കാണുന്നില്ല.
I want that dog. That's a pug. So what? Pugs are cute. Hey, if you want a hug, ask a pug. Oh my god, Dad. ഓക്കെ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കാൽഗറിയിലെത്തി. There was a puppy. സോ ഇപ്പോൾ ഇവിടുത്തെ സമയം ഓൾമോസ്റ്റ് 7 മണിയായി. ഇടി എരുമേ മിണ്ടാതിരിക്കും. Sorry. സോ നമ്മുടെ BCയിലെ റബൽ സ്റ്റോക്കും ഇവിടെ 1 മണിക്കൂറത്തെ വ്യത്യാസമുണ്ട്. സോ കാൽഗറി വരുമ്പോൾ നമ്മൾ 1 മണിക്കൂർ ലൂസ് ചെയ്യും. സോ അങ്ങോട്ട് വെസ്റ്റിലോട്ട് പോകുമ്പോൾ 1 മണിക്കൂർ ഗെയിൻ ചെയ്യും. ഓക്കെ ഗായ്സ്, നമ്മൾ അതുകൊണ്ട് നമ്മളിവിടെ വീഡിയോ നിർത്തുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. എന്തോ